എല്ലാവർക്കും നമസ്കാരം. 10ാം ക്ലാസ്സിലെ കെമിസ്ട്രിയുടെ ഒന്നാമത്തെ ചാപ്റ്റർ നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഐസോമറിസം അല്ലെ, ഓർഗാനിക് സംയുക്തങ്ങളുടെ നാമകരണവും ഐസോമറിസമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ വീഡിയോ കാണട്ടെ, വീഡിയോയുടെ ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് കണ്ടു വന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ നമ്മള് സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസിന് പേരെങ്ങനെയാണ് കൊടുക്കുന്നത് നമ്മൾ കണ്ടു. പൂരിത ഹൈഡ്രോ കാർബൺസിന്റെ ഒക്കെ പേരുകൾ എങ്ങനെയാണ് കൊടുക്കുന്നത് എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ടായിരുന്നു. ഇനി നമുക്ക് നോക്കാനുള്ളത് നോമൻക്ലേച്ചർ ഓഫ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ, അതായത് എന്താണ് അപൂരിത ഹൈഡ്രോ കാർബണുകളുടെ പേരെങ്ങനെയാണ് കൊടുക്കുന്നത്. അപ്പം പൂരിത ഹൈഡ്രോ കാർബൺ എന്ന് പറഞ്ഞാൽ എന്താണ്, സിംഗിൾ ബോണ്ട് ഇല്ല, നമ്മൾ ഇത്ര നേരം സിംഗിൾ ബോണ്ടിന്റെ കണ്ടത്. സിംഗിൾ ബോണ്ട് ഉള്ളതാണ് സാച്ചുറേറ്റഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കും കേട്ടോ. സാച്ചുറേറ്റഡ് എന്ന് പറയുമ്പോൾ സിംഗിൾ ബോണ്ട് ആയിരിക്കും. ഇനി ഡബിൾ ബോണ്ട് കേട്ടോ, ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് ഒക്കെ വരികയല്ല. അപ്പൊ അങ്ങനെയുള്ള കേസിലാണ് നമ്മൾ എന്ത് പറഞ്ഞിരിക്കുന്നത്, അൺസാച്ചുറേറ്റഡ് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് വരുന്ന ഹൈഡ്രോ കാർബണുകളുടെ എങ്ങനെയാണ് പേര് കൊടുക്കുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മനസ്സിലല്ലോ. അപ്പം അതിന് നമ്മൾ ആദ്യമേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ കണ്ടതുപോലെ തന്നെ സാച്ചുറേറ്റഡിന്റെ കാര്യം കണ്ടതുപോലെ തന്നെ നമ്മൾ എങ്ങനെ കൊടുക്കണം, നമ്പർ കൊടുക്കണം. നമ്പർ കൊടുക്കുന്നത് എങ്ങനെയാണ്, നമുക്കിവിടെ ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും അല്ല. അപ്പം ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ടോ വരുന്നിടത്ത് ആ കാർബണിനോട് ചേർന്ന് ഏറ്റവും കുറഞ്ഞ സ്ഥാനസംഖ്യ വരുത്തിയ രീതിയിൽ വേണം നമ്മൾ പേര് കൊടുക്കാൻ. പിന്നെ നമ്മുടെ ഈ റൂൾ ഇവിടെ ഉണ്ട്. ഈ റൂൾ ഉപയോഗിച്ചിട്ടാണ് നമ്മളത് കംപ്ലീറ്റ് ആയിട്ട് അതിന് പേര് കൊടുക്കുന്നത്. മനസ്സിലായല്ലോ. അവിടെ കൊടുത്തിട്ടുണ്ട് വിത്ത് ഡബിൾ ബോണ്ട് ഉള്ളതാണെങ്കിൽ നമ്പറിംഗ് ഷുഡ് ബി ഡൺ ഇൻ സച്ച് എ വേ ദാറ്റ് ദ കാർബൺ ആറ്റംസ് ലിങ്ക്ഡ് ബൈ ദ ഡബിൾ ബോണ്ട് ഗെറ്റ്സ് ദ ലോവസ്റ്റ് പൊസിഷൻ നമ്പർ കേട്ടോ. കാർബൺ ആറ്റം, അതായത് ഡബിൾ ബോണ്ട് ഉള്ള കാർബൺ ആറ്റത്തിന് എങ്ങനെയായിരിക്കണം, ചെറിയ നമ്പർ വരത്തക്ക രീതിയിൽ വേണം നമ്മൾ പേര് കൊടുക്കാൻ. മനസ്സിലായല്ലോ. നോക്കി ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടെ നോക്കി ഇവിടുത്തെ CH2 ഡബിൾ ബോണ്ട് CH2 CH3 എന്നാണ് തന്നിരിക്കുന്നത്. നമ്മൾ എങ്ങനെയാണ് ഇതിന്റെ മോളിക്കുലർ ഫോർമുല വന്നിട്ടുണ്ട്, C4H8 ആണ് അല്ലെ. 4 കാർബൺ ആറ്റവും 8 ഹൈഡ്രജൻ ആറ്റം ആണുള്ളത്. അപ്പൊ അതിന്റെ മോളിക്കുലർ ഫോർമുല എന്ന് പറഞ്ഞിരിക്കുന്നത് C4H8 ആണ്. നമ്മൾ നമ്പർ എങ്ങനെയാണ് കൊടുക്കേണ്ടത്, ഡബിൾ ബോണ്ട് വരുന്നിടത്ത് ഏറ്റവും കുറഞ്ഞ സംഖ്യ കൊടുക്കുക. ഇപ്പൊ ഏതാണ് 1 2 3 4 ഇങ്ങനെയാണ് കൊടുക്കുന്നത്. ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഒരു രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്, റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്കും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഏതാണ് കറക്റ്റ് വേ എന്ന് പറഞ്ഞിരിക്കുന്നത്, ഫസ്റ്റ്. മനസ്സിലല്ലേ, ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക്, അതായത് ഡബിൾ ബോണ്ട് വരുന്നിടത്ത് കുറഞ്ഞ സ്ഥാനസംഖ്യ വരണം, ആ രീതിയിലാണ് കൊടുക്കുന്നത്. പിന്നെ അത് കൊടുക്കേണ്ട ആ റൂൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ പേര് കൊടുക്കുന്നത്. വേർഡ് റൂട്ട് പദമൂലം കൊടുക്കുക ഇല്ലേ. പിന്നെ എന്താണ്, ഹൈഫൻ ഇടണം, പിന്നെ പൊസിഷൻ ഓഫ് ദ ഡബിൾ ബോണ്ട്, പിന്നെ ഹൈഫൻ ഇടണം, പിന്നെ സഫിക്സ്. ഇവിടെ ഡബിൾ ബോണ്ട് ആകുമ്പോൾ സഫിക്സ് ഏതാണ്, ENE ആണ് വരുന്നത്. അങ്ങനെയെങ്കിൽ ഇതിന്റെ പേരെന്തായിരിക്കും വരുന്നത്, വേർഡ് റൂട്ട് എത്ര വരും, 4 കാർബൺ ആറ്റം ആണുള്ളതല്ലേ. അപ്പൊ വേർഡ് റൂട്ട് എങ്ങനെ വരും, ബ്യൂട്ട് ആണ് വരുന്നില്ലേ, ബ്യൂട്ട് ആണ് വേർഡ് റൂട്ട് വരുന്നത്. പിന്നെ എങ്ങനെയാണ്, ഹൈഫൻ ഇടാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പൊസിഷൻ ഓഫ് ഡബിൾ ബോണ്ട് വരുന്ന പൊസിഷൻ ഏതാണ്, എവിടെയാണോ വരുന്നത് അതിന്റെ ലെഫ്റ്റ് സൈഡിലെ നമ്പർ, കുറഞ്ഞ നമ്പറാണ് കൊടുക്കേണ്ടത്. അപ്പൊ 1 ഇവിടെയല്ല വന്നിരിക്കുന്നത്, 1 നും 2 നും ഇടയ്ക്കല്ലേ ഡബിൾ ബോണ്ട് വന്നിരിക്കുന്നത്. അപ്പൊ എന്ന് പറയണം 1 ആണ് നമ്മൾ കൊടുക്കേണ്ടത് പൊസിഷൻ. പിന്നെ എന്താണ്, അടുത്തൊരു ഹൈഫൻ ഉണ്ടോ, ഹൈഫൻ ഇടാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ സഫിക്സ് ഏത് വരും, ഈനാണ് വരുന്നത്, ഡബിൾ ബോണ്ട് ആയതുകൊണ്ട് ഈനാണ് വരുന്നത്. അപ്പൊ ഇതാണ് ഇതിന്റെ IUPAC നെയിം എന്ന് പറയുന്നത്, ബ്യൂട്ട് 1 ഈൻ. മനസ്സിലായല്ലോ. ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് വരുന്നത് എങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്, വേർഡ് റൂട്ട് കൊടുക്കുക, ഹൈഫൻ ഇടുക, പൊസിഷൻ ഓഫ് ദ ഡബിൾ ബോണ്ട് നോക്കുക അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് നോക്കുക, ദെൻ സഫിക്സ് ഡബിൾ ബോണ്ട് ആണെങ്കിൽ ENE, ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ എങ്ങനെയാണ്, YNE ആണ് വരുന്നത്. മനസ്സിലായല്ലോ. അപ്പം ബ്യൂട്ട് 1 എന്നാണ് ഇതിന്റെ IUPAC നെയിം. ക്ലിയർ ആയല്ലോ. അവിടെ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ക്വസ്റ്റ്യൻസിന്റെ ആൻസറും കൂടെ നമുക്കൊന്ന് നോക്കാം. എന്താ നോക്കിയേ, ഇൻ വിച്ച് ഓഫ് ദീസ് കാർബൺ ആറ്റംസ് ഹാവിംഗ് ഡബിൾ ബോണ്ട് ഗെറ്റ്സ് ദ ലോവസ്റ്റ് പൊസിഷൻ നമ്പർ, ഏതിനാണ്, 1 ഇല്ലേ. ടോട്ടൽ നമ്പർ ഓഫ് കാർബൺ ആറ്റം ഇൻ ദിസ് ചെയിൻ 4 ആണ്. വേർഡ് റൂട്ട് വരുന്നത് ബ്യൂട്ട് ആണ് വരുന്നത്. കറക്റ്റ് പൊസിഷൻ ഇല്ലേ, കറക്റ്റ് പൊസിഷൻ 1 ആണ് വരുന്നത്. അപ്പൊ സഫിക്സ് ENE ആണ്. അപ്പൊ പേരെന്ത് വരും, ബ്യൂട്ട് 1 ENE എന്നാണ് അവിടെ പേര് വരുന്നത്. ബ്യൂട്ട് 1 E എന്നാണ് നമ്മൾ ഇത് വായിക്കുന്നത്. ക്ലിയർ ആയല്ലോ. ഇത് അങ്ങനെ ആവണമെങ്കിൽ വേറൊരെണ്ണം തന്നിട്ടുണ്ട് കേട്ടോ, C4H8 കേട്ടോ. C4H8 വരുന്ന മോളിക്കുലർ ഫോർമുല വരുന്ന മറ്റൊരു ഹൈഡ്രോ കാർബണിനെയാണ് ഇവിടെ തന്നിരിക്കുന്നത്. സ്ട്രക്ചർ ഫോർമുല തന്നിട്ടുണ്ട്. മനസ്സിലായല്ലോ. ഇവിടെ ഡബിൾ ബോണ്ടിന്റെ സ്ഥാനം നോക്കിയേ, എവിടെയാന്നാ, ഇവിടെയാണ്. നമ്മൾ നമ്പർ ആദ്യം ഇടുക. 1 2 ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് കൊടുത്തു, റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്ക് കൊടുത്തു. അപ്പൊ എങ്ങനെ വന്നാലും ഡബിൾ ബോണ്ട് ഇവിടെയല്ലേ വന്നിരിക്കുന്നത്. അപ്പൊ എങ്ങനെ വന്നാലും ലോവസ്റ്റ് പൊസിഷൻ ഏതാണ്, 2 തന്നെയുള്ള വരത്തുള്ളൂ. അപ്പൊ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും കൊടുക്കാം, നമ്പറിങ് കൊടുക്കാം. മനസ്സിലായല്ലോ പറഞ്ഞത്.
അപ്പം ഇതിന്റെ പേര് നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? 4 കാർബൺ ആറ്റാണുള്ളത്. അപ്പൊ ബ്യൂട്ട് അല്ലെ, ബ്യൂട്ട് എന്ന് എഴുതാം. ദെൻ ഹൈഫൻ ഇടുക. പൊസിഷൻ ഏത് വരും? 2 ആണ് പൊസിഷൻ. ദെൻ പിന്നെ എന്താണ് പറഞ്ഞാൽ സഫിക്സും കൊടുക്കുക EN. അപ്പം ബ്യൂട്ട് 2 എന്നാണ് ഇതിന്റെ പേര്. മനസ്സിലായല്ലോ? അപ്പം ആദ്യം കണ്ടതിന്റെ നമ്മുടെ മോളിക്കുലർ ഫോർമുല ഏതാണ് വരുന്നത്? C4H8 ആണ് വരുന്നത്. ഇതിന്റെ മോളിക്കുലർ ഫോർമുല എന്ത് തന്നെ വരും? C4H8 തന്നെയാണ് വരുന്നത്, ഇല്ലേ? C4H8 തന്നെയാണ് വരുന്നത്. അപ്പം അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കാം? ആദ്യത്തെ കേസിൽ എന്താണ് വരുന്നത്? ആദ്യത്തെ ആ ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ ഇവിടെയായിരുന്നു ഡബിൾ ബോണ്ട് വന്നത്, ഇല്ലേ? ഇവിടെ വന്നപ്പോ ഡബിൾ ബോണ്ട് എങ്ങനെയായിട്ട് ഇവിടെ വന്നു, അല്ലെ? ആദ്യത്തെ ഒന്നാമത്തെ ഇല്ലേ, ഒന്നാണ് അവിടെ വരുന്നത്. നമ്മുടെ പൊസിഷൻ ഓഫ് ദി ഡബിൾ ബോണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ എന്ത് വന്നു? 2 വന്നു. അപ്പം ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ അവിടെ വ്യത്യാസം വന്നു. രണ്ടിന്റെ മോളിക്കുലർ ഫോർമുല C4H8 തന്നെയാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ പറഞ്ഞത്? രണ്ടിന്റെ മോളിക്കുലർ ഫോർമുല C4H8 തന്നെയാണ്. പക്ഷെ ഡിഫറൻസ് എന്താണ്? ഡിഫറൻസ് ഇൻ ദ പൊസിഷൻ ഓഫ് ദി ഡബിൾ ബോണ്ട് ആണ്. മനസ്സിലായല്ലോ? ഇതൊന്ന് ഫില്ല് ചെയ്യാമേ. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ടോട്ടൽ നമ്പർ ഓഫ് കാർബൺ ആറ്റം ഇൻ ദിസ് ചെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ്? 4 ആണ് വരുന്നത്. വേർഡ് റൂട്ട് ഏത് വരും? ബ്യൂട്ട് എന്നാണ് വരുന്നത്. കറക്റ്റ് പൊസിഷൻ നമ്പർ ഓഫ് കാർബൺ ആറ്റം ഹാവിംഗ് ഡബിൾ ബോണ്ട് 2 ആണ് വരുന്നത്. സഫിക്സ് ഏത് വരും? ENE ആണ് സഫിക്സ് വരുന്നത്. അപ്പൊ IUPAC നെയിം എന്ന് പറഞ്ഞിരിക്കുന്നത് ബ്യൂട്ട് 2 ഇല്ലേ? ഇൻ ബ്യൂട്ട് 2 ഇൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞു രണ്ടിന്റെ മോളിക്കുലർ ഫോർമുല ഇല്ലേ ഒരുപോലെയാണ്. സ്ട്രക്ചർ ഫോർമുല വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അപ്പൊ അതിന്റെ സ്ട്രക്ചറിലുള്ള വ്യത്യാസം എന്താണ്? ഡിഫറൻസ് ഇൻ ദ പൊസിഷൻ ഓഫ് ദി ഡബിൾ ബോണ്ട് ഇല്ലേ? ഡിഫറൻസ് നമുക്ക് വേണമെങ്കിൽ പറയാം. ഡിഫറൻസ് കേട്ടോ, ഡിഫറൻസ് ഇൻ ദ പൊസിഷൻ ഇല്ലേ? പൊസിഷൻ ഇല്ല, ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ. ഡിഫറൻസ് ഇൻ ദ പൊസിഷൻ ഓഫ് ഡബിൾ ബോണ്ട് ഇല്ലേ? മനസ്സിലായല്ലോ? ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ നിബന്ധനത്തിന്റെ സ്ഥാനത്തിലുള്ള വ്യത്യാസമാണ് ഇവിടെ വന്നിരിക്കുന്നത്. രണ്ടിന്റെയും മോളിക്കുലർ ഫോർമുല ഒരുപോലെയാണ്. സ്ട്രക്ചർ ഫോർമുല വ്യത്യാസപ്പെട്ടിരിക്കുന്നു. സ്ട്രക്ചറിലുള്ള വ്യത്യാസം എന്താണ് വന്നിരിക്കുന്നത്? ഘടനയിലുള്ള വ്യത്യാസം എന്താണ്? ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ, ഡബിൾ ബോണ്ടിന്റെ സ്ഥാനത്തിലുള്ള വ്യത്യാസം. ക്ലിയർ ആയല്ലോ? അപ്പം രണ്ടിന്റെ മോളിക്കുലർ ഫോർമുല ഒരുപോലെ ആണെങ്കിലും നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കും? അതിന്റെ സ്ട്രക്ചർ ഫോർമുല വ്യത്യാസപ്പെട്ടിരിക്കും നമുക്ക് മനസ്സിലായി. നമ്മൾ ചാപ്റ്റർ ആദ്യമേ തുടങ്ങിയപ്പോൾ അതല്ലേ കണ്ടത്? ക്ലിയർ ആയല്ലോ? അപ്പൊ അതവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പൊസിഷൻ ഓഫ് ദ ഡബിൾ ബോണ്ട് ഇൻ ദ കാർബൺ ചെയിൻ ഈസ് ഡിഫറെന്റ്. രണ്ടിലുള്ള വ്യത്യാസം എന്താണ്? പൊസിഷൻ, ഡബിൾ ബോണ്ടിന്റെ പൊസിഷനുള്ള വ്യത്യാസമാണ്. ക്ലിയർ ആയല്ലോ? ഇതാ വേറൊരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിന് നമുക്ക് നോക്കാം IUPAC നെയിം എന്താന്നുള്ളത്. അപ്പൊ ആദ്യമേ നമ്മൾ നമ്പർ കൊടുക്കാം. ഇവിടെയാണ് ഡബിൾ ബോണ്ട് വന്നത്. അപ്പൊ നമുക്ക് എവിടുന്ന് കൊടുക്കാം? റൈറ്റിൽ നിന്ന് 1 2 3 4 5 കൊടുത്തു. മനസ്സിലായല്ലോ? ഇനി ഏതാണ് വരുന്നത്? 5 കാർബൺ ആറ്റം ആണ് വരുന്നത്. 5 കാർബൺ ആറ്റം വരുമ്പോൾ ഏതാണ് വരുന്നത്? പെന്റ് ഇല്ലേ? പെന്റ് ആണ് വരുന്നത്. ഹൈഫൻ ഇട്ടു. എവിടെയാണ് ഡബിൾ ബോണ്ട് വരുന്നത്? ഇവിടെ ഇല്ലേ? അപ്പൊ 2 ആണ്. പെന്റ് 2 ഇൻ ഇല്ലേ? പെന്റ് 2 ഇൻ ആണ് ഇതിന്റെ പേര്. ഏതാണ് വരുന്നത്? ഇതാണ് കറക്റ്റ് ആൻസർ. പെന്റ് 2 ഇൻ. മനസ്സിലായല്ലോ? അപ്പൊ ഇങ്ങനെയുള്ള നിങ്ങൾ എഴുതി വെച്ച് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യോട്ടോ. പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് എടുത്ത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. വളരെ ഈസിയാണ് ഓർഗാനിക് കെമിസ്ട്രി. ആ കൺസെപ്റ്റ് ഒന്ന് ക്ലിയർ ആക്കി എടുത്താൽ മാത്രം മതി. ഓക്കെ ആണല്ലോ? ഇനി ഡബിൾ ബോണ്ടിന്റെ കേസ് നമ്മൾ കണ്ടു. ഇനി നോക്കി ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കി. ഇവിടെ നോക്കിയ ട്രിപ്പിൾ ബോണ്ട് ആണ് വന്നിരിക്കുന്നത് കണ്ടോ? അതുകൊണ്ട് ഇവിടെ ട്രിപ്പിൾ ബോണ്ട് ആണ്, ത്രിബന്ധനമാണ് വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെയെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഇതുപോലെ എഴുതിയതുപോലെ തന്നെ അല്ലേ? അപ്പൊ നമ്മൾ ആദ്യമേ നമ്പർ കൊടുക്കുക. അതായത് ഇവിടെ നമ്പർ കൊടുക്കാം. 1 2 3 4 അല്ലേ? 4 കാർബൺ ആറ്റമാണ്. അതുകൊണ്ട് തന്നെ ബ്യൂട്ട് അല്ലെ? ബ്യൂട്ട് ആണ്. പിന്നെ ഹൈഫൺ അവിടെ കൊടുത്തിട്ടുണ്ട്. വേർഡ് റൂട്ട് ഹൈഫൺ പൊസിഷൻ ഓഫ് ട്രിപ്പിൾ ബോണ്ട് ഹൈഫൺ സഫിക്സ്. സഫിക്സ് ഏതാണ്? YNE ആണ് വരുന്നത്. മറ്റേതുപോലെ തന്നെ YNE ആണെന്ന് മാത്രം. അപ്പൊ എങ്ങനെയാണ് വരുന്നത്? ബ്യൂട്ട് എവിടെയാണ് വന്നിരിക്കുന്നത്? പൊസിഷൻ ഓഫ് ദി ട്രിപ്പിൾ ബോണ്ട് 1 ആണ്. അപ്പൊ ബ്യൂട്ട് 1 YNE ഐൻ ബ്യൂട്ട്. എങ്ങനെ പറയാം? ബ്യൂട്ട് 1 ഐൻ എന്ന് പറയാം. മനസ്സിലല്ലോ? അപ്പൊ ഇതിന്റെ പേര് എങ്ങനെയാണ്? ബ്യൂട്ട് 1 ഐൻ എന്നാണ് ഇതിന്റെ പേര്. വാട്ട് ഈസ് ദ മോളിക്കുലർ ഫോർമുല ഓഫ് ദിസ് കോമ്പൗണ്ട്? മോളിക്കുലർ ഫോർമുല എത്രയാണ്? കാർബൺ എത്രയാണ്? 4 എണ്ണം ഉണ്ട്. ഹൈഡ്രജനോ? ഇവിടേക്ക് 1 3 വരും. 3 3 6. അപ്പൊ C4H6 ആണ് ഇതിന്റെ മോളിക്കുലർ ഫോർമുല എന്ന് പറഞ്ഞിരിക്കുന്നത്. ഏത് വിഭാഗത്തിൽ പെടുന്നു? ടു വിച്ച് കാറ്റഗറി? ഈ കോമ്പൗണ്ട് ഏതാണ്? ആൽക്കൈൻ അല്ലേ? ട്രിപ്പിൾ ബോണ്ട് ആയതുകൊണ്ട് ആൽക്കൈൻ ആണ് വരുന്നത് അല്ല. അപ്പൊ അതിന്റെ പേര് നമ്മൾ എഴുതി ബ്യൂട്ട് വൈ. അപ്പൊ നമ്മൾ ഇതിന്റെ പേര് എഴുതി ബ്യൂട്ട് 1 ഐൻ എന്നാണ് ഇതിന്റെ പേര്. മനസ്സിലായല്ലോ? ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണ് കേട്ടോ. ടോട്ടൽ നമ്പർ ഓഫ് കാർബൺ ആറ്റം ഇൻ ദിസ് ചെയിൻ
എത്രയാണ് വരുന്നത്? 4 വരുന്നത്. വേർഡ് റൂട്ട് അതുകൊണ്ട് തന്നെ ഇത് വരും, ബ്യൂട്ട് വരും. കറക്റ്റ് പൊസിഷൻ ഏതാണ്? നമ്മൾ ഇതാണ് ഫസ്റ്റ് കേസ് ആണ്, ഇത് സെക്കൻഡ് കേസ് അല്ലേ എടുക്കുന്നത്, ഫസ്റ്റ് കേസ് ആണ് എടുക്കുന്നത്. അപ്പൊ 1 വരും. ട്രിപ്പിൾ ബോണ്ടിന്റെ പൊസിഷൻ 1 ആണ് വരുന്നത്. സഫിക്സ് YNE വരും. അപ്പൊ IUPAC നെയിം ബ്യൂട്ട് 1 വൈൻ. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇതാണ് ഇതിന്റെ IUPAC നെയിം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആൽക്കൈൻ വന്നു, അപ്പൊ തന്നെ ആൽക്കീനും വന്നു. അതായത് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ ഡബിൾ ബോണ്ട് വന്നാലും ട്രിപ്പിൾ ബോണ്ട് വന്നാലും നമ്മൾ ഈ ഒരു റൂളാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. വേർഡ് റൂട്ട് കൊടുക്കുക, ഹൈഫൻ ഇടുക, പൊസിഷൻ ഓഫ് ദി ബോണ്ട് അല്ലെങ്കിൽ എവിടെയാണെന്ന ബോണ്ടിന്റെ പൊസിഷൻ നമ്മൾ എഴുതുക, ഹൈഫൻ ഇടുക, പിന്നെ അതിന്റെ സഫിക്സും എഴുതുക. ക്ലിയർ ആയല്ലോ? ഇനി ഇവിടെ നോക്കിയേ, റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് അനദർ ആൽക്കൈൻ വിത്ത് മോളിക്കുലർ ഫോർമുല C4H6. നമ്മളിപ്പോ C4H6 വന്നതിന്റെ ഒരെണ്ണമാണ് നമ്മൾ എഴുതിയത്. ഇതുപോലെ തന്നെ മോളിക്കുലർ ഫോർമുല C4H6 വരുന്നതിന്റെ എന്താണ് മറ്റൊരു സ്ട്രക്ചറൽ ഫോർമുല വരയ്ക്കാനാണ് എഴുതാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ കോമ്പൗണ്ടിന്റെ പേര് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ബ്യൂട്ട് 2 ഐൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബ്യൂട്ട് 2 ഐൻ നമ്മൾ എങ്ങനെ എഴുതാം? ബ്യൂട്ട് 2 ഐൻ എന്ന് പറയുമ്പം നമുക്ക് എന്ത് വരും? ബ്യൂട്ടാണ് വരുന്നത് അല്ലെ? ബ്യൂട്ടാ വരുമ്പോ എങ്ങനെ വരും? 4 കാർബൺ ആറ്റം അല്ലെ? 4 കാർബൺ ആറ്റം നമ്മളിവിടെ എഴുതുക അല്ലെ? ഓരോ ബോണ്ട് നമ്മൾ ആദ്യമേ അങ്ങ് കൊടുത്തേക്കുക. ബ്യൂട്ട് 2 എന്നാണ് വരുന്നത്. ബ്യൂട്ട് 2 വരുമ്പോ എങ്ങനെയാണ് വരുന്നത്? എവിടെ വരണം? രണ്ടാമത്തെ പൊസിഷനിൽ വരണം അല്ലെ? രണ്ടാമത്തെ പൊസിഷനിൽ വരുമ്പോ എങ്ങനെയാണ് നമ്മൾ പേര് കൊടുക്കുകയാണെങ്കിൽ 1 2 3 4 ഇങ്ങനെ കൊടുക്കാന്ന് വെച്ചു. 1 2 3 4 ഇങ്ങനെ കൊടുത്താലും തിരിച്ചു കൊടുത്താലും ബ്യൂട്ട് ആയതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം ഇത് വരും, ദാ ഇവിടെ വരും, ട്രിപ്പിൾ ബോണ്ട് ആണ് വരുന്നത് അല്ലെ? ഇവിടെ ട്രിപ്പിൾ ബോണ്ട് വരും. പിന്നെ ബാക്കി നമ്മൾ ഹൈഡ്രജൻ ഫില്ല് ചെയ്യുക. ഇവിടെ എത്ര വരും ഹൈഡ്രജന്റെ? CH3. മനസ്സിലായല്ലോ? CH3 ഇവിടെ ഓൾറെഡി ഒരെണ്ണം ഉണ്ട്, അപ്പൊ 3 ഹൈഡ്രജൻ വരണം. ഇവിടെ എനിക്ക് ഓൾറെഡി 3 ബോണ്ട് ഉണ്ട്, ഇവിടെ ഒരെണ്ണം ഉണ്ട്, അപ്പം കാർബൺ ഇവിടെ മതി. മനസ്സിലായല്ലോ? അതുപോലെ ഈ ഒരു കേസിൽ ഇവിടെ 3 എണ്ണം ഉണ്ട്, വാലൻസി പൂർത്തിയാക്കണ്ടേ? അപ്പം ഇവിടെ 3 ബോണ്ട് ഉണ്ട്, ഇവിടെ ഒരെണ്ണം ഉണ്ട്, അപ്പൊ എന്താണ് 4 എണ്ണമായി. കാർബണിന്റെ അത് കംപ്ലീറ്റ് ആയി. ഇവിടെ ഒരെണ്ണം ഉണ്ട്, ബാക്കി ഹൈഡ്രജൻ ഇവിടെ എത്ര എണ്ണം? വാലൻസി 3 കൂടെ വരണം, അപ്പം 4 ആവും. ഓക്കെ ആയല്ലോ? ഇതിന്റെ പേര് ബ്യൂട്ട് 2 ഐൻ എന്നാണ്. അപ്പൊ അതിന്റെ സ്ട്രക്ചറൽ ഫോർമുല നമ്മളിവിടെ വരച്ചു. ക്ലിയർ ആയല്ലോ? അപ്പം ഇതിന്റെ മോളിക്കുലർ ഫോർമുല എങ്ങനെയാണ്? C4H6 ആണ് അല്ലെ? C4H6 ആണ്. അതുപോലെ ഇതിന് തൊട്ട് മുന്നേ നമ്മൾ കണ്ടു, ഇത് എന്താണ്? C4H6 ആണ്. ഇത് രണ്ടും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? ഇവിടെ എങ്ങനെയാണ് പൊസിഷൻ? ഇവിടെ നോക്കിയേ 1 ആണ് ഇവിടുത്തെ പൊസിഷൻ. ഇവിടെ വന്നപ്പോ പൊസിഷൻ എങ്ങനെയാണ്? 2 ആണ് വന്നത്. അപ്പൊ ഇവിടുത്തെ ഡിഫറൻസ് എങ്ങനെയാണ്? പൊസിഷൻ ഓഫ് ദി ട്രിപ്പിൾ ബോണ്ട് അല്ലെ? ഡിഫറൻസ് ഇൻ ദ പൊസിഷൻ ഓഫ് ദി ട്രിപ്പിൾ ബോണ്ട് എന്ന് പറയാം. ഡിഫറൻസ് ഇൻ ദ പൊസിഷൻ കേട്ടോ. ഡിഫറൻസ് ഇൻ ദ പൊസിഷൻ ഓഫ് ഏതാണ്? ട്രിപ്പിൾ ബോണ്ട് അല്ലെ? ട്രിപ്പിൾ ബോണ്ട് അല്ലെങ്കിൽ ത്രിബന്ധനത്തിന്റെ പൊസിഷൻ, സ്ഥാനത്തിലുള്ള വ്യത്യാസമാണ് ഇവിടെ വ്യത്യാസം വന്നിരിക്കുന്നത്. രണ്ടിന്റെ മോളിക്കുലർ ഫോർമുല, തന്മാത്രാ സൂത്രം ഒരുപോലെയാണ്. പൊസിഷൻ ഓഫ് ദി ട്രിപ്പിൾ ബോണ്ട് ഇൻ ദ കാർബൺ ചെയിൻ ഈസ് ഡിഫറെന്റ്. മനസ്സിലായല്ലോ? അപ്പം എന്താണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത്? മോളിക്കുലർ ഫോർമുല, തന്മാത്രാ സൂത്രം ഒരുപോലെയാണെങ്കിലും എന്താണ് അതിന്റെ സ്ട്രക്ചറൽ ഫോർമുല വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? അതിന് കാരണം എന്താണ്? പൊസിഷൻ ഓഫ് ദി ബോണ്ട് ഇല്ലേ? കാർബൺ ചെയിനിലെ ആ ബോണ്ട് ഉണ്ടല്ലോ, ഡബിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ട്, അതിന്റെ പൊസിഷന് വ്യത്യാസം വരുമ്പോൾ അല്ലെങ്കിൽ സ്ട്രക്ചറൽ ഫോർമുല അവിടെ വ്യത്യാസം വരും. ഓക്കെ ആണല്ലോ? ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റ് ബുക്കിലുണ്ട്, നമുക്ക് അതും കൂടി ഒന്ന് ആൻസർ ചെയ്യാം. അപ്പൊ നമുക്ക് ആ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. എവിടെ നോക്കിയേ? കോമ്പൗണ്ട് ഇവിടെ തന്നിട്ടുണ്ട്, CH3 CH ഡബിൾ ബോണ്ട് CH2 ആണ്. അതിന്റെ IUPAC നെയിം എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഏത് വരും? നമ്മൾ ആദ്യം നമ്പറിങ് കൊടുക്കുക. നമ്പറിങ് കൊടുക്കുമ്പോൾ എങ്ങനെയാണ്? ഡബിൾ ബോണ്ട് ഇവിടെയാണ് വന്നത്, അപ്പൊ ഏത് വരും? ഇവിടെ 1 എന്ന് കൊടുക്കാം, ഇവിടെ 2 എന്ന് കൊടുക്കാം, ഇവിടെ 3 എന്നും കൊടുക്കാം. അപ്പൊ ഏതാണ് ഇതിന്റെ പേര് വരുന്നത്? 3 കാർബണാറ്റ് അല്ലേ ഉള്ളൂ. 3 കാർബണാറ്റ് ഉള്ളപ്പോ ഏതാണ് വരുന്നത്? പ്രൊപ്പാണ് വരുന്നില്ല. അപ്പൊ വേർഡ് റൂട്ട് പ്രൊപ്പ് വരും. പ്രൊപ്പ് ഹൈഫൻ ഏതിലാണ് വന്നിരിക്കുന്നത്? നമ്മള് ഡബിൾ ബോണ്ട് 1ലാണ് അല്ലെ? പൊസിഷൻ 1 ആണ്. പ്രൊപ്പ് 1 ഏതാണ്? ഡബിൾ ബോണ്ട് ആയതുകൊണ്ട് ഈൻ ഇല്ലേ? പ്രൊപ്പ് 1 എന്നാണ് ഇതിന്റെ പേര്. മനസ്സിലായല്ലോ? രണ്ടാമത്തെ വന്നിട്ടുണ്ട് ഹെക്സ് 2 എന്നാണ്. ഹെക്സ് 2 അപ്പൊ അതിനെ നമുക്കൊന്ന് വരച്ച് നോക്കാം. B ആണ് കേട്ടോ. ഹെക്സ് 2 എന്നാണ്. ഹെക്സ് എന്ന് വരുമ്പോ എത്ര കാർബൺ ആറ്റം വരും? 6 കാർബൺ ആറ്റം വരും. അപ്പൊ നമ്മൾ ആദ്യമേ 6 കാർബൺ ആറ്റം 1 2 3 4 5 6 ഇല്ലേ? ഈനാണ് വരുന്നത് ഇല്ല? അപ്പൊ ഡബിൾ ബോണ്ട് ആണ് വരുന്നത്. 2ലാണ് വരുന്നത് അല്ലെ? 2 ഡബിൾ ബോണ്ട് വരണം. എങ്ങനെ നമുക്ക് എഴുതാം? നമുക്ക് ഈ ലെഫ്റ്റിൽ നിന്ന് തന്നെ കൊടുക്കാം. 1 2 3 അങ്ങനെ തന്നെ പോവാം. അപ്പൊ 2 ഡബിൾ ബോണ്ട് വരണമെങ്കിൽ എവിടെയാണ്? ഇവിടെയാണ് വരുന്നത് ഡബിൾ ബോണ്ട്. മനസ്സിലായല്ലോ?
അപ്പം ദെൻ ബാക്കി നമ്മൾ ഹൈഡ്രജന് കൊടുക്കുക. അപ്പൊ ഇവിടെ നിന്നാണ് ഇവിടെ എല്ലാം ബാക്കി എല്ലായിടത്തും സിംഗിൾ ബോണ്ട് അല്ലേ, ബാക്കി എല്ലായിടത്തും നമ്മൾ സിംഗിൾ ബോണ്ട് നമ്മൾ കൊടുത്തു. ഇവിടെ ഹൈഡ്രജൻ എത്ര വരണം? 3 വരണം ഇല്ല, ഓൾറെഡി ഇവിടെ ഒരെണ്ണം ഉണ്ട്, അപ്പം 4 ആയി. ഇനി ഇവിടെ നോക്കി, ഇവിടെ 2 ബോണ്ട് ഉണ്ട്, 2 1 3 അല്ലേ, അപ്പൊ ഇവിടെ എത്ര ഹൈഡ്രജൻ വരണം? ഒരു ഹൈഡ്രജൻ കൂടെ വരണം, വാലൻസി പൂർത്തിയാകണം. കാർബണിന്റെ വാലൻസി 4 അല്ലേ, അപ്പം നമുക്ക് ഒരെണ്ണം കൂടെ വരണം, അപ്പൊ 4 ആയി. ഇവിടെ നോക്കി, ഇവിടെ 2 ഉണ്ട്, കാർബണിന് 2 ഉണ്ട്, ഇവിടെ ഒരെണ്ണം ഉണ്ട് ഇല്ലേ, അപ്പൊ ഒരു ഹൈഡ്രജൻ കൂടെ ഉണ്ട്, അപ്പൊ 3 4 ആയി. ഇവിടെ ഒരു ബോണ്ട് ഉണ്ട്, ഇവിടെ ഒരെണ്ണം ഉണ്ട്, 2 എണ്ണമായി, അപ്പൊ ഇവിടെ 2 ഹൈഡ്രജൻ കൂടെ വരണം. മനസ്സിലായല്ലോ? ഇതാ ഇവിടെ ഒന്നുണ്ട്, ഇവിടെ ഒരെണ്ണം കൂടി ഉണ്ട്, അപ്പൊ ഇവിടെ എത്രയാണ്? CH2. ഇവിടെ എത്രയാണ്? ഒരെണ്ണം ഉള്ളു, അപ്പം 3 ഹൈഡ്രജനുകൾ വരും. അപ്പൊ ഇതാണ് ഹെക്സ് ഇല്ലേ, 6 കാർബൺ ആറ്റം ഉണ്ട്. ഇവിടെ 1 നമ്മൾ പേര് കൊടുക്കുകയല്ലേ, നമ്പർ കൊടുക്കുമ്പോൾ 1 2 3 4 5 6, അപ്പം ഹെക്സ് ആണ് 2 ഇല്ലേ, 2ലാണ് ഡബിൾ ബോണ്ട് വന്നിരിക്കുന്നത്. ദെൻ ഡബിൾ ബോണ്ട് ആയതുകൊണ്ട് തന്നെ ഈ X2 ഇൻ. മനസ്സിലായല്ലോ? ഇനി അടുത്തത് മൂന്നാമത്തെ നോക്കിയേ, ഇതിന് പേര് കൊടുക്കാം. പേര് കൊടുക്കുമ്പോൾ എന്താ? ട്രിപ്പിൾ ബോണ്ട് ആണ് ഇവിടെ വന്നിരിക്കുന്നത് അല്ലേ, ട്രിപ്പിൾ ബോണ്ട് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ പേര് കൊടുക്കുന്നത്? നമ്മൾ നമ്പർ കൊടുക്കണമെങ്കിൽ ചെറുത് വേണം, അതാ ഇവിടുന്ന് തന്നെ കൊടുക്കാം. 1 കാണുമ്പോൾ അറിയാലോ, 2 3 4 5 ഇല്ലേ, അപ്പൊ എങ്ങനെ വരും? 5 കാർബൺ ആറ്റമാണുള്ളത്. 5 കാർബൺ ആറ്റം വരുമ്പോൾ എന്താണ്? പെന്റ് ഇല്ലേ, പെന്റ് ആണ് വരുന്നത്. പെന്റ് ഏലാണ് വന്നിരിക്കുന്നത്? ട്രിപ്പിൾ ബോണ്ട് രണ്ടാമത്തേലാണ്, അപ്പൊ പെന്റ് 2 ട്രിപ്പിൾ ബോണ്ട് ആണ്. ഹൈഫൻ ഇട്ടു, ട്രിപ്പിൾ ബോണ്ട് ആകുമ്പോൾ അയിനാണ് വരുന്നത്, YNE. പെന്റ് 2 അയിൻ എന്നാണ് അതിന്റെ പേര്. മനസ്സിലായല്ലോ? ഇനി അടുത്തത് ഡിയുടെ നമുക്കിവിടെ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഹെപ്റ്റ് 3 അയിൻ എന്നാണ്, ഹെപ്റ്റ് 3 അയിൻ. ഹെപ്റ്റ് എന്ന് പറയുമ്പോൾ എത്രയാണ് വരുന്നത്? 7 വരും ഇല്ലേ, ഹെപ്റ്റ് എന്ന് വരുമ്പം 7 കാർബൺ ആറ്റമാണ് വരുന്നത്. നമ്മൾ 7 കാർബൺ ആറ്റം വരയ്ക്കുക. 1 2 3 4 5 6 7 ഇല്ലേ, എല്ലാത്തിനും ഓരോ സിംഗിൾ ബോണ്ടും അങ്ങ് ഇട്ടേക്കുക കേട്ടോ, സിംഗിൾ ബോണ്ടും ഇട്ടേക്കുക. ദെൻ പിന്നെ ഏതിലാണ് നമ്മൾ? YNE ആണ്. YNE ആകുമ്പോഴാണ് ട്രിപ്പിൾ ബോണ്ട് ആണ് വരുന്നത് അല്ലേ, മൂന്നാമത്തേതിൽ. അപ്പൊ മൂന്നാമത്തേതിൽ വരുമ്പോൾ ഇത് 1 2 3 4 5 6 7 അല്ല, അപ്പൊ മൂന്നാമത്തേതിൽ വരുമ്പോൾ ദാ ഇവിടെ എന്ത് വരും? ട്രിപ്പിൾ ബോണ്ട് വരും. മനസ്സിലായല്ലോ? ബാക്കി ഹൈഡ്രജനും കൊടുക്കുക. അപ്പൊ എന്താണ്? ഇവിടെ CH3 ഒരെണ്ണമുണ്ട്, ഇവിടെ ഒരെണ്ണമുണ്ട്, ഇവിടെ ഒരെണ്ണമുണ്ട്, അപ്പൊ ഇതാണ് CH2 2 3 ഇവിടെ 3 എണ്ണം ഉണ്ട്, ഇവിടെ ഒരെണ്ണം ഉണ്ട്, അപ്പൊ 4 എണ്ണം ആയാലും അത് ഫില്ലായി. അതുപോലെ തന്നെ ഇവിടെ എന്താണ്? ഇവിടെ 3 എണ്ണം ഉണ്ട്, ഇവിടെ ഒരെണ്ണം ഉണ്ട്, അതും 4 ഫില്ലായി. ഇവിടെ ഒരെണ്ണമാണ്, ഇവിടെ ഒന്നേ ഉള്ളൂ, അപ്പം ഇവിടെ CH2, ഇവിടെ ഇതുപോലെ തന്നെ CH2 വരും, ദെൻ CH3. മനസ്സിലായല്ലോ? അപ്പൊ ഇതാണ് ഹെപ്റ്റ് 3 അയിൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പം അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ അല്ലെ, അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണിന്റെ IUPAC നെയിം നമ്മൾ കൊടുക്കാൻ പഠിച്ചു. എങ്ങനെയാണ് അതിന്റെ റൂൾ എങ്ങനെയാണ് ഒന്നുകൂടെ നമ്മൾ റൂൾ മനസ്സിലാക്കിയിരിക്കട്ടെ. വേർഡ് റൂട്ട് അല്ലേ, വേർഡ് റൂട്ട് ആണ്. പിന്നെ എന്താണ്? ഹൈഫൻ കൊടുക്കണം അല്ലേ, വേർഡ് റൂട്ട് കൊടുക്കുക, ഹൈഫൻ കൊടുക്കുക. പിന്നെ എന്താണ്? പൊസിഷൻ അല്ലെ, പൊസിഷൻ ഓഫ് ബോണ്ട് അല്ലെ, ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ അത്, ഡബിൾ ബോണ്ട് ആണെങ്കിൽ അത് പൊസിഷൻ ഓഫ് ബോണ്ട് എന്ന് എഴുതാം കേട്ടോ. ഡബിൾ ബോണ്ട് ആണെങ്കിൽ ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ ട്രിപ്പിൾ ബോണ്ട്. പിന്നെ എന്താണ്? പിന്നെ ഹൈഫൻ അല്ലെ, പിന്നെ അടുത്തത് ഹൈഫൻ ഇടുക, പിന്നെ നമുക്ക് സഫിക്സ്. മനസ്സിലായല്ലോ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് ഇതാണ് അതിന്റെ റൂൾ. ഈ റൂൾ വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്, അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ. ക്ലിയർ ആയല്ലോ? അപ്പം കൃത്യമായിട്ട് വരച്ചും എഴുതിയും തന്നെ നിങ്ങൾ പഠിക്കുക കേട്ടോ. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ കൃത്യമായിട്ട് വരച്ചു എഴുതിയും പഠിക്കുക ഈ റൂള് കേട്ടോ. ഈ റൂള് കൃത്യമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കുക. ഇത് വെച്ചിട്ടാണ് നമ്മൾ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണിന്റെ IUPAC നെയിം കൊടുക്കുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാട്സ്ആപ്പ് ഗ്രൂപ്പിലൊക്കെ ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും റിപ്ലൈ തരും. ഇച്ചിരി ലേറ്റ് ആയാലും റിപ്ലൈ തരുന്നതായിരിക്കും. നിങ്ങൾ ഡൗട്ട് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് തന്നെ പോവുക കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ബാക്കി പാട്ടുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. Thank you.